നമസ്കാരം. കൃഷ്ണകളരി മർമ്മ ഗുരുകുലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യണം. ഇന്ന് പറയാൻ വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മർമ്മത്തെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അനവധി പേര് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. അപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് പരിശീലിക്കുന്നവർക്കാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് പറഞ്ഞാൽ ചൂണ്ടാണി മർമ്മം ആയിക്കോട്ടെ, അതിൻ്റെ പ്രയോഗങ്ങളാണെങ്കിലും അതിൻ്റെ 3-4 വിധത്തിലുള്ള പ്രയോഗ രീതികളും ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് ഇവിടെ വന്ന് കൃത്യമായ രീതിയിൽ 1ാം സ്ഥാനം മുതൽ 10ാം സ്ഥാനം വരെയും പഠിക്കുമ്പോഴാണ് അതിൻ്റെ ബേസിക്കലായ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ കളരി എന്ന് ഉദ്ദേശിക്കുമ്പോൾ കളരിയിൽ നമ്മൾ ശരീരം നല്ല രീതിയിൽ വളഞ്ഞ് നല്ല രീതിയിലേക്ക് മുമ്പോട്ട് വരണമെങ്കിൽ അത് കൃഷ്ണൻ കളരി മർമ്മ ഗുരുകുലത്തിൽ തന്നെ ഒന്ന് പരിശീലിക്കണം. കൃഷ്ണ കളരി മർമ്മ ഗുരുകുലത്തിൽ വന്ന് പരിശീലിക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് ബേസിക്കലായ കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന അറിവിനേക്കാൾ അപ്പുറത്തുള്ള അറിവുകളുണ്ട്. അത് പഠിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ നമ്മൾക്കിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ക്ലാസ് എന്താ പറയുക, ചെറിയ കുട്ടികൾ മുതൽ +2 പഠിക്കുന്നവരെ, ഡിഗ്രി പഠിക്കുന്നവരെ ഉള്ളവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു അഭ്യാസമുറ, മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കളരിയുടെ എല്ലാ അഭ്യാസമുറകളും ചേർന്ന് കൊണ്ടിട്ടുള്ളതാണ്. കളരി അഭ്യാസം ഉണ്ട്, ഇതിൽ മാർഷൽ ആർട്സ് ഉണ്ട്, എല്ലാം നമ്മൾക്ക് എന്തൊക്കെയാണ് കിക്ക് ബോക്സിങ് എല്ലാം ചേർന്നിട്ട് നമ്മൾക്ക് എന്താണ് നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് അതെല്ലാം ഇതിൻ്റെ നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ വിഷയവും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു പഠനത്തെക്കുറിച്ച് തേടി നിങ്ങൾ വേറെ എവിടെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗുരുകുലത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഒരു പേന മതി നിങ്ങളുടെ പെൺകുട്ടികൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഒരു പേന മതി നിങ്ങളുടെ കയ്യിൽ. വേറെ ഒരു ആയുധങ്ങളോ വേറെ ഒരു ചെപ്പിട്ട് വീട്ടുകളോ ഒന്നും വേണ്ട. ഒരു പേന നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മാത്രം മതി നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറയുന്നത് അഭ്യാസമുറകളിൽ തികവേറിയ അഭ്യാസമുറയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കി മുമ്പോട്ട് വന്ന് പരിശീലിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. അത് കളരിയുടെ ഏറ്റവും അവസാന ഘട്ടമായിട്ടുള്ള പഠനങ്ങളിലുള്ളതാണ്. ഞാനത് ഈ കൃഷ്ണ കളരി മർമ്മ ഗുരുകുലത്തിലെ യൂട്യൂബ് ചാനലിൽ ഇട്ട് തരുന്നത്. അതാരും അത് ചെയ്ത് നോക്കരുത്. ഗുരുകുലത്ത് വന്ന് പരിശീലിച്ചിട്ടല്ലാതെ അത് ചെയ്ത് നോക്കരുത്. അപ്പോൾ ഞാൻ ഇത് പറയുന്നത് ഇതൊക്കെ കളരിയുടെ അവസാന ഭാഗമാണ് ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇടുന്നത്. അതിൻ്റെ ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഞാനതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമുക്ക് ആ മർമ്മ വിഷയത്തിലേക്ക് കടക്കാം. മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയ ശരീരത്തിൽ മർമ്മങ്ങൾ നമ്മുടെ സാധാരണ രീതിയിൽ കൈ കൊണ്ട്, ഈ കൈ നോക്കിയ കൈ ഇങ്ങനെ മടക്കിക്കൊണ്ട് കരാട്ടിൽ ഇങ്ങനെ വരും. അപ്പോൾ കൈ കൊണ്ട് സാധാരണ രീതിയിൽ അവർ ഇങ്ങനെ വരുന്ന വിഷയങ്ങളുണ്ട്. ഇങ്ങനെ വന്ന ശേഷം പിന്നെ വീണ്ടും വന്നിട്ട് പഞ്ച് ചെയ്യണം. അപ്പോൾ കൈ ആദ്യം വരുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ കൈ കൊണ്ട് വന്ന ശേഷം ഇങ്ങനെ മുമ്പോട്ട് പോയി വന്ന ശേഷം പിന്നെ പഞ്ചിങ് ആണ് വരുന്നത്. പക്ഷെ നമ്മുടെ കളരി അഭ്യാസത്തിൽ ഉള്ള രീതി എന്താണെന്ന് അറിയാവോ? ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ തന്നെ അതൊരു പ്രയോഗമാണ്. ആ പ്രയോഗം വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മർമ്മസ്ഥാനത്ത് നമ്മുടെ കൈയുടെ തള്ളവിരൽ വന്ന് അതിൻ്റെ ഭാഗം വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മർമ്മസ്ഥാനത്ത് വന്നിട്ട് ടച്ച് ചെയ്യണം. ആ ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ബോധം കെട്ട് താഴെ വീഴും. ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ ശരീരം ഷോക്ക് അടിച്ച പോലെ, ഇലക്ട്രിക് ഷോക്ക് അടിച്ച എങ്ങനെയായിരിക്കും അതുപോലെ നിലത്ത് ബോധം കെട്ട് വീഴും. എണിക്കാൻ പറ്റാതെ ഒരാളുടെ ആ ഒരു മറുപ്രയോഗം ചെയ്തിട്ടല്ലാതെ എണിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോഗമാണ് ഇങ്ങനെ തട്ടുന്നതാണ്. അത് ഇങ്ങനെ പെട്ടെന്ന് തട്ടുന്നതാണ്. അത് ഒരു 1 സെക്കൻഡിലാണ് അത് ചെയ്യുന്നത്. ശത്രുവിന് മാത്രമാണ്. അതുകൊണ്ട് നമ്മളെ ആക്രമിക്കുന്നവനെ പെട്ടെന്ന് നമ്മളത് ചെയ്യുന്ന രീതിയാണ്. അതൊരു മർമ്മപ്രയോഗമാണ്. ഞാനത് ശരീരത്തെ കാണിക്കുന്നില്ല. എന്താ കാരണം അറിയോ? അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയമായതുകൊണ്ടാണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഞാൻ കാണിച്ചു തരാം. അത് കയ്യിൽ കണ്ടു നോക്കിയേ, ഈ ഇവിടം കൊണ്ടാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അത് ഒരു ഭാഗത്താണ്. അത് ഒരുപാട് ഭാഗത്ത് പ്രയോഗിക്കാൻ പറ്റും. അതുപോലെ ചൂണ്ടുമർമ്മം, ഇങ്ങനെ ഒരു ചൂണ്ടുമർമ്മം നമ്മൾ പ്രയോഗിക്കില്ലേ, ഇങ്ങനെ കഴുത്തിൽ കണ്ടില്ലേ, കമലഹാസന്റെ സിനിമകളിലെ കാണുമല്ലോ, ഇതുപോലെ ഇങ്ങനെ ചൂണ്ടുവരൽ ഇങ്ങനെ പ്രയോഗിച്ചിട്ട് അത് ഒരു മർമ്മപ്രയോഗം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ആരും ചെയ്തു നോക്കരുത്.
അത് കുത്തിയത് കൊണ്ടൊന്നും ഒന്നും ആകില്ല. അതിന് ഈ കൈ കൊണ്ടുള്ള ഒരു പ്രയോഗം കൂടിയുണ്ട്. അത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് പ്രകാരം ഏൽക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ കഴുത്തിനോട് ഇവിടെ ഉണ്ടോ ഇങ്ങനെ വന്നുകൊണ്ട് ഇവിടെയാണ് കുത്തിക്കയറ്റുന്നത്. ഇവിടെ കുത്തിക്കയറ്റിക്കൊണ്ട് ഈ കൈ കൊണ്ട് ശരീരത്തിലെ ഒരു ഭാഗത്ത് പിടിക്കുകയും അതിന് ഒരു പ്രയോഗം ഉണ്ട്. ആ ഭാഗം ഞാൻ പറഞ്ഞു തരുന്നില്ല, മുഴുവനായി പറയുന്നില്ല. അപ്പോൾ അത് പ്രയോഗിക്കുകയും ഈ കൈ കൊണ്ട് ഒരു പ്രയോഗം നടത്തുകയും ഈ കൈക്ക് ഒരു അതിൽ കുത്തിക്കൊണ്ട് വേറെ ഒരു പ്രയോഗം കൂടി ചെയ്യാനുണ്ട്. അത് ചെയ്യുമ്പോഴാണ് ശരീരത്തിൽ വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളമോ ഇല്ലെങ്കിൽ നീര്, നമ്മുടെ വായിലിരിക്കുന്ന നീര് ഇറക്കാൻ പറ്റാതെയും ശരീരം ഒരു ഭാഗം അങ്ങനെ തളർന്നു പോവുകയും ചെയ്യും. എണിക്കാൻ പറ്റാതെ അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. കാലും കൈയും വരാതെ അവിടെ വലിച്ചുകൊണ്ട് ഇങ്ങനെ ഷോക്ക് അടിച്ച് എങ്ങനെ ഉണ്ടാവും, ഇലക്ട്രിക് ഷോക്ക് അടിച്ച പോലെ വലിച്ച് അവിടെ കിടക്കും. അതിന്റെ മറുപ്രയോഗം ചെയ്യുമ്പോഴാണ് അത് ആളെ ക്ലിയർ ചെയ്യാൻ പറ്റുക. അപ്പൊ അതിന്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ, ബാക്കി വേറെ ഒരു ഭാഗങ്ങൾ പറഞ്ഞു തരുന്നില്ല. അത് ഇവിടെ വന്ന് പരിശീലിക്കുമ്പോഴാണ് ഞാനത് കൃത്യമായി പരിശീലിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. നന്ദി, നമസ്കാരം.